അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കൽ അടുത്ത മാസം ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. 111 കിലോമീറ്റർ പാതയ്ക്ക് 1998 റെയിൽവേ അംഗീകാരം നൽകിയതാണ്. 2030 പാത കമ്മീഷൻ ചെയ്യാനാണ് ആലോചന. സ്ഥലമെടുപ്പ് ഇഴഞ്ഞതനുസരിച്ച് പണിച്ചെലവ് കൂടിയതിനാൽ പാത നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു. നിർദ്ദിഷ്ട പാതയിൽ 8 കിലോമീറ്റർ മാത്രം സ്ഥലമെടുപ്പും അങ്കമാലി കാലടി 7 കിലോമീറ്റർ പാത നിർമ്മാണവും പൂർത്തിയായി. ഇത്രയും ഭാഗത്ത് 2 മേൽപ്പാലങ്ങളും 2 അടിപ്പാതങ്ങളും പണിയേണ്ടതുണ്ട്. പെരിയാറിന് കുറുകെ കാലടിയിൽ പാലവും നിർമ്മിച്ചു. നിലവിൽ രാമപുരത്തിന് സമീപം നീലൂർ വരെ അലൈൻമെന്റ് നടത്തി കല്ലിട്ടു. രാമപുരം മുതൽ എരുമേലി വരെ ഏരിയൽ സർവേ മാത്രം നടന്നിട്ടുണ്ട്. പാലായിൽ നിന്നും പൊൻകുന്നം, ചിറക്കടവ്, വിഴിക്കത്തോട് വഴി എരുമേലിയിലേക്കുള്ള ആദ്യ അലൈൻമെന്റ് ഉപേക്ഷിച്ചു. ഭരണങ്ങാനം, തിടനാട്, കൊരട്ടി വഴിയുള്ള ലൈനാണ് ഇപ്പോൾ പരിഗണനയിൽ. എരുമേലി ടൗണിന് 1.5 കിലോമീറ്റർ പിന്നിലായിരിക്കും എരുമേലി സ്റ്റേഷൻ. ഭാവിയിൽ ഇത് പ്രപ്പോസ് മുക്കൂട്ടുതറ വഴി പമ്പയിലേക്ക് നീട്ടാനുള്ള ആലോചനയുണ്ട്. തൊടുപുഴ വഴി പാത വരുന്നതോടെ ഇടുക്കി ജില്ലയും റെയിൽ ഭൂപടത്തിൽ ഇടം നേടും. കാലടിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള ദൂരം 5 കിലോമീറ്റർ മാത്രം. എരുമേലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പാത നീട്ടിയാൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം വേഗത്തിലാകും. വിമാനത്താവളം യാത്ര എളുപ്പമാകും. ഇതാണ് ശബരി റെയിൽവേ അടിയന്തരമായി നടപ്പാക്കാൻ കേന്ദ്രത്തെ പ്രേരിപ്പിക്കുന്നത്. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, പാല, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിവയാണ് സ്റ്റേഷനുകൾ. തൊടുപുഴ, മീനച്ചിലെ, മണിമല നദികൾക്ക് വലിയ പാലങ്ങൾ പണിയണം. കൂടാതെ തോടുകൾക്ക് കുറുകെ 10ലേറെ ചെറിയ പാലങ്ങളും. ശേഷിക്കുന്ന 70 കിലോമീറ്റർ സ്ഥലമെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം 30 കിലോമീറ്റർ സർവേയും അലൈൻമെന്റും പൂർത്തിയാക്കണം. പദ്ധതിയുടെ 50% തുക സംസ്ഥാനം വഹിക്കണം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ചെലവ് 3800.93 കോടി രൂപയാണ്. സ്ഥലവും വീടും മറ്റ് കെട്ടിടങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ശബരി പാതയ്ക്ക് പകരം പരിഗണിച്ച ചെങ്ങന്നൂർ പമ്പ പാത വേണ്ടെന്ന് വെച്ചു. 8000 കോടി രൂപ ചെലവുള്ള പാത പണിയാൻ 213.687 ഹെക്ടർ ഭൂമി വേണ്ടിവരും. ഇതിൽ 127.038 ഹെക്ടർ സ്വകാര്യ ഭൂമിയും 81.367 ഹെക്ടർ വനഭൂമിയുമാണ്. വനം, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കണം. ശബരി സീസണിൽ മാത്രമേ ഈ പാത നേട്ടമാകൂ. ചെങ്ങന്നൂർ, ആറന്മുള, വടശ്ശേരിക്കര, സീതത്തോട് സ്റ്റേഷനുകൾ ഒഴികെ വനപ്രദേശമാണ്. അതുപോലെ ഇരട്ടപാതയ്ക്കായി സ്ഥലം വിട്ടുകൊടുത്തവർക്ക് റെയിൽവേ ഇനിയും നഷ്ടപരിഹാരം നൽകാത്തതിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. ചിങ്ങവനം മുതൽ കോട്ടയം വരെയുള്ള ഇരട്ടപ്പാതയ്ക്കായി സ്ഥലം വിട്ടു നൽകിയത് 100ഓളം കുടുംബങ്ങൾക്കാണ്. ഇരട്ടപ്പാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷമാകാറായിട്ടും നഷ്ടപരിഹാരം നൽകാത്തത്. നാട്ടകം വില്ലേജ് ഓഫീസിന് കീഴിലുള്ള 85 കുടുംബങ്ങൾ തങ്ങൾ വിട്ടു നൽകിയ സ്ഥലത്തിനും വീടിനും നഷ്ടപരിഹാരം കുറവാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. റെയിൽവേ നൽകാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം കുറവാണെന്നും നിലവിലുള്ള ഭൂമി വില അനുസരിച്ച് കൂടുതൽ തുക നൽകണമെന്നുമുള്ള വിധി കഴിഞ്ഞ ഡിസംബറിൽ കോടതി പുറപ്പെടുവിച്ചിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം വിട്ടു നൽകിയവർ റെയിൽവേയെ സമീപിച്ചപ്പോൾ ഫണ്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. റെയിൽവേ പണം നൽകിയാൽ ഉടൻ പണം നൽകുമെന്നാണ് സർക്കാരും അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സ്ഥലം ഏറ്റെടുക്കലിനായി തുറന്ന സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് അടച്ചുപൂട്ടാനും റെയിൽവേ നീക്കം ആരംഭിച്ചു. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായുള്ള ഓഫീസാണ് റെയിൽവേ മുന്നറിയിപ്പില്ലാതെ പൂട്ടാനൊരുങ്ങുന്നത്. സ്ഥലം വിട്ടു നൽകിയവർ കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയെ സമീപിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. MLA കളക്ടറെയും റെയിൽവേ ഡിവിഷണൽ മാനേജറെയും ബന്ധപ്പെട്ടു. ഉടൻ പണം നൽകാമെന്നാണ് റെയിൽവേ അധികൃതരും MLAയോട് പറഞ്ഞത്. എന്നാൽ നാളിതുവരെയായിട്ടും പണം നൽകുന്നതിനായി യാതൊരു നടപടിയും റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാര തുക നൽകാനാവാത്തത് എന്ത് വിരോധാഭാസമാണെന്നും അധികൃതർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും സ്ഥലം ഉടമകൾ കുറ്റപ്പെടുത്തി. നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ പലർക്കും പുതിയ ഭൂമിയോ വീടോ വാങ്ങാൻ സാധിച്ചിട്ടില്ല. ബന്ധുവീട്ടിലും വാടക വീട്ടിലുമാണ് പലരുടെയും താമസം. നഷ്ടപരിഹാര തുക ഉടൻ നൽകിയില്ലെങ്കിൽ
സ്ഥലം വിട്ടു നൽകിയവരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നും സ്ഥലം വിട്ടു നൽകിയ പൂവന്തുരുത്ത് സ്വദേശി രാജൻ മേട്ടുങ്കൽ പറഞ്ഞു.